NBA ബാൻ ചെയ്ത ഒരു സ്നിക്കർ അതങ്ങനെ ലെജൻഡറി ആയത്. സ്റ്റോറി തുടങ്ങുന്നത് 1984-ലാണ്. മൈക്കിൾ ജോർഡൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. അദ്ദേഹത്തിൻ്റെ കാല സ്നിക്കേഴ്സ് അന്നേരം തന്നെ ഹൈപ്പ് പിടിച്ചു തുടങ്ങിയത്. ജോർഡൻ ബ്ലാക്കും റെഡും നൈക്കിൻ്റെ എയർഷിപ്പ് വെയർ ചെയ്ത സമയം NBA ഒരു റൂൾ ഉണ്ടായിരുന്നു. ജേഴ്സിയുമായി മാച്ചിങ് ആയിട്ടുള്ള ഷൂസ് മാത്രമേ വെയർ ചെയ്യാവുള്ളൂ. ജോർഡൻ്റെ ബ്ലാക്കും റെഡും പെയർ അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. നമ്മളിന്ന് ബാൻഡ് ജോർഡൻ 1 എന്ന് പറയുന്ന മോഡലല്ല ശരിക്കും ഫസ്റ്റ് ഇഷ്യൂ ഉണ്ടാക്കി. ആക്ച്വലി ഒറിജിനൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഷൂസ് നൈക്ക് എയർഷിപ്പ് മോഡലാണ്. പിന്നെ 1985-ൽ ജോർഡൻ 1 റിലീസായി. അതിൻ്റെ കൂടെ ജോർഡൻ്റെ ഇമേജും ബ്ലാക്കും റെഡിൻ്റെ കളർവേ കൂടെ ആയപ്പോൾ വൺ ഹിറ്റായിരുന്നു ആ ഷൂ. നൈക്ക് ഈ കോൺട്രവേഴ്സി ഒരു പ്രോബ്ലമായി കാണാതെ അതൊരു സ്റ്റോറിയാക്കി മാറ്റി. ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നിന്ന് സ്നീക്കർ കൾച്ചറിലേക്ക് ഡയറക്റ്റ് എൻട്രി ആയി. പിന്നെ ആ സ്നീക്കർ ഒരു ഫുട്വെയർ മാത്രമല്ല, അതൊരു ഐഡൻറ്റിറ്റിയും കൾച്ചറും ഫാഷനും ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് എയർ ജോർഡൻ 1 ഒരു സ്നീക്കർ മാത്രമല്ലെന്ന് പറയുന്നത്. സംടൈംസ് കോൺട്രവേഴ്സിയാണ് ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ റിയൽ സ്നീക്കർ സ്റ്റോറീസ് വേണമെങ്കിൽ കമൻറ്റ് നെക്സ്റ്റ് എന്ന്.